പുള്ളിയുടെ സാന്നിധ്യത്തിൽ വണ്ടി കരത്തിലോട്ട് വിട്ടുതരാം. നോ പ്രോബ്ലം സാറേ. നമുക്ക് ലൈസൻസ് ഉണ്ട്, മറ്റേ അവിടുന്ന് പാസ്സായി. അവിടുന്ന് പാസ്സായിട്ട് നിങ്ങളുടെ പേരെന്താ? കേട്ടില്ല. സാവേജ്. കൊറേ പേരുണ്ടല്ലോ ഈ പീഡിയില്. ലൈസൻസിനൊക്കെ പോകുമ്പോ അവന്മാര് സെർച്ച് ചെയ്യോടാ. സാറേ ഇത് വണ്ടി വേറെ ഇല്ല, അതുകൊണ്ടാണ് നമ്മുടെ അവിടുന്ന് ലൈസൻസ് എടുത്തായിരുന്നു. മറ്റേ ഇവിടുന്ന് സാർ നമ്മുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ടൈം നൈറ്റ് ആണ്. വണ്ടി ഇന്നലെ ഇമ്പോർട്ട് ചെയ്തെന്ന് സത്യം. അതില് റീസൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? റീസൺ ഇട്ടിരിക്കണേ പറഞ്ഞുതരാം. അതിൽ ഇട്ടിരിക്കണത് ഹെഡ് വന്നിട്ട് വണ്ടി തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് റീസൺ ഇട്ടിരിക്കുന്നത്. ഒരിക്കലും കിട്ടില്ല മീൻസ് നമ്മളായിരിക്കില്ല തരാം. സീനിയർ ഓഫീസേഴ്സ് വന്ന് സംസാരിച്ചിട്ട് കിട്ടത്തുള്ളൂ. അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ മോഡയാണുള്ളത്. ഇൻഷുറൻസ് കൊണ്ടുപോവാ, പൊല്യൂഷൻ കൊണ്ടുപോവാ, അത് കൊണ്ടുപോയി ഇത് കൊണ്ടുവന്ന് പറഞ്ഞ് സാറിനെ ഇട്ട് വലച്ച് നടത്തിക്കുമായിരിക്കും. ഓ, അപ്പൊ നടക്കണം അല്ലേ? കുറച്ച് നടക്കേണ്ടി വരും. വരുമായിരിക്കുമല്ലോ സാർ, വരും. അല്ലെങ്കിൽ സാറ് ഒരു കാര്യം ചെയ്യും, സാറിന്റെ ലൈസൻസ് കറക്റ്റ് ആയിട്ട് വെക്കുക. എല്ലാ പേപ്പർ വർക്കും കൃത്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വശത്തുനിന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. പൊല്യൂഷൻ ടെസ്റ്റ് എയും ബി സിയും വേണ്ടി വരും കേട്ടോ. ആണല്ലേ സാറേ? DUH എല്ലാം എടുത്ത് വരാം. നമുക്ക് ശരി സാർ. ഇന്നലെ അടി കിട്ടിയ നല്ല വിഷമമാർക്ക്. മണു എവിടെ? ഓക്കെ വാപ്പി ഇനി DH വാ. ഇന്നലെ അടി കിട്ടിയ നല്ല വിഷമേ. സിയൊക്കെ നല്ല വിഷമ. സിയക്ക് DH കൊടുക്കാം. ഇങ്ങനെ നമ്മൾ അടിച്ചിട്ടോണ്ടിരിക്കും. അവനെല്ലാം ഇടിപ്പിക്കുന്നത് റേഡിയോ പോയല്ലോ. എടാ നമ്മളന്ന് DH അടിക്കണേ അവന്മാര് വരത്തില്ല. പേടിയാ. അല്ലാണ്ട് ഇപ്പൊ എന്തിനടിക്കാ? സ്നേഹിക്ക് വെറുതെ അടിക്കുന്നു. വെറുതെ അടിക്കാ. നമുക്ക് ഇങ്ങനെ എയും ബിയും നമ്മള് കിട്ടിയിട്ട് വരാൻ സാറേ. എ കിട്ടിയാ ബി ഞാൻ DH-ന്റെ അവിടെ എത്തി. DH അടിക്കാന്ന് പറഞ്ഞാൽ DH-ന്റെ അടിക്ക് അവന്മാര് വരണ്ടേ? എന്താ മറ്റേ ഹീലിങ്സ് കിട്ടിയില്ലേ? ഫീലിങ്സ് പൈസ കിട്ടുമല്ലോ. നിങ്ങള് വരുവാണെങ്കിൽ പറ, ഞാൻ അവിടെ ട്രിഗർ ചെയ്ത് വയ്ക്കാം. മണു എവിടേക്ക് വരണേ? TBS ഒക്കെ വന്നാണ്. TBS-ന് ട്രിഗർ ചെയ്യാൻ സമയക്കില്ല. ഞാൻ വെടി വെച്ചു പോയില്ല അവന്മാരെ. നോക്കിയോ ഹലോ മറ്റേ വണ്ടി അണ്ണുകൊണ്ടേ പോയി കേട്ടാ. അപ്പൊ ഫുൾ മോഡ അവർക്ക്. എടാ ഞാൻ അത് പറ്റില്ല. TBS സ്നൈപ്പിന്റെ വണ്ടി ഇന്നലെ മുതുകില് വെച്ച് ഇമ്പോണ്ടാക്കി. നീയാണോ വല്ല അഡ്രസ്? ചിലപ്പോ ഒരിക്കലും കിട്ടില്ല അങ്ങനത്തെ വർത്താനം. എന്നിട്ട് പറയാ അവന്മാരെ ട്രിഗർ വണ്ടി നോക്കിയിരിക്കും അവിടെ. അല്ലാണ്ട് ഞാൻ പോണു. ഞാൻ അവന്മാരൊക്കെ ട്രിഗർ ചെയ്ത് വിളിക്കുമ്പോ ഒറ്റെണ്ണം വരുത്തിയില്ല. ഇപ്പൊ അടിക്ക് ഗ്യാങ് വണ്ടി ഒന്നും എടുക്കല്ല കേട്ടാ. എടാ ഇതിപ്പോ സിവിലൈൻ ആണെങ്കിലും അവന്മാർക്കൊന്നും വരാൻ പറ്റില്ല.
നീയൊക്കെ സംസാരിക്കുവാണോടാ? നീ എവിടാ? പൊല്യൂഷനാ നീ സിറ്റിയിൽ ഇല്ലടാ. ആ ഇൻഷുറൻസ് പറയണത് ചൊറിയാണ് ഇത്. ആ വരട്ടെ വരട്ടെ വരട്ടെ. സാറേ എനിക്ക് അത്യാവശ്യം ഒരു പുറത്തു വരെ പോണം, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാവേ. അതെന്തൊരു വർത്തമാനം? സാറ് ഉള്ളിൽ കയറി ഇരിക്കാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളിൽ കയറി. എന്താടാ സാറിന് എവിടെ പോണം പോലും. ഇവന്മാര് ശരിയല്ലോ. കുറച്ച് ഇതുണ്ട്, തിരക്കുണ്ട്, പോയിട്ട് വരാന്ന്. എടാ പുറത്ത് ഇങ്ങനെ ഉള്ളവനെ എന്തിനാടാ സിറ്റി കയറി ഇരുന്ന് കളിക്കണേ? ഇവനെ പുറത്തിരുന്നാ മതി. എടാ വെയിറ്റ് എടാ ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലടാ, പുറത്തിറങ്ങടാ. അവൻ ആ DH പോണ വഴിക്ക് പിടിച്ചടിക്കണം. DH വണ്ടിയൊന്നും DH പോണ വഴിക്ക് അടിക്കാന്ന്, DH പോണ വഴിക്ക് അടിക്കാന്ന്, മനസ്സിലായോ? എടാ നമ്മള് 81 റെഡി ആക്കറാ. മറ്റേ നിങ്ങൾ ആര് അല്ലാണ്ട് നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇത് മറ്റേ സീനാവും. 81 റേഡിയോ ഗ്യാങ് റേഡിയോ. പക്ഷേ ഈ വണ്ടിയിൽ എങ്ങനെ പോവാനടാ? ഫ്രീ വണ്ടി ഫ്രീ വണ്ടിയിലൊന്നും നടക്കില്ലേ? ഇവന്മാരൊന്ന് പിറ്റ് ചെയ്ത് അടിക്കും തോന്നുന്നു. മണുവേടാ എന്റെ കിട്ടിയില്ല. എടാ നമ്മളാകെ ഇത്രയുള്ള 2, 4, 6 പേര്. ഇതൊക്കെ വലിയ കഴ തന്നെയാണല്ലോടാ. അവന് പുറത്ത് പോണെങ്കിൽ അവൻ ഇരുന്ന് എന്തിനാ കളിക്കുന്ന സിറ്റിയിൽ? എടാ അവന് പറ്റൂടാ. ഇത് ചുമ്മാ ഞാൻ ചോദിച്ചപ്പോ പറ ഇൻഷുറൻസും ഇല്ല പൊല്യൂഷനും ഇല്ല. പൊല്യൂഷനാ? അതൊക്കെ ഇവിടെ ഇല്ല. ആ അപ്പൊ ഞാൻ ചോദിച്ചു സാറേ പൊല്യൂഷൻ സാറിന്റെ വണ്ടിക്ക് ഉണ്ടോ? എന്റെ വണ്ടിക്കൊക്കെ ഉണ്ടെന്ന്. അവന്റെ വണ്ടിക്ക് അവന്റെ സാമാനില്ലാത്തവനായിരുന്നു പറഞ്ഞു. വെറും ചൊറിയാവും പോയി വെറും ചൊറി. എടാ ഹൈനെടുത്ത് എനിക്ക് ഉമ്മാനടിക്കണം. ഫ്രീയുള്ളവരടുത്ത് കേറാൻ പറഞ്ഞേക്കെ. എന്തൊക്കെയാടാ അളിയ വണ്ടി 2 ഇമ്പോർട്ടാടാ. അത് തരാൻ പറഞ്ഞിട്ട് ഒരുമാതിരി ചൊറിയടാ. ടാങ്ങോണ്ടിടാ വണ്ടി എടു. ഗ്യാങ്ങായിട്ട് തൊലിക്കാൻ പറ്റാ. ഇവിടെ പീഡി വണ്ടി എടുക്കണേന് കുഴപ്പമില്ലല്ലോ. ഗ്യാങ് വണ്ടി എടുക്കാൻ ഇമ്പോർട്ട് ചെയ്യാമെങ്കിൽ പിന്നെ പീഡി വണ്ടി എടുക്കാൻ പാടില്ലേ? ആ വീഡിയോ വണ്ടി എടുക്കാം. അല്ല നമ്മളിനി ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ഇവന്മാരെ കണ്ട ഇവിടെ കണ്ടല്ലോ അടിക്കും. മര്യാദക്ക് നമ്മുടെ വണ്ടി ആ രീതിയിൽ തന്നെ മര്യാദക്ക് സംസാരിക്കണേ. അടിക്കാനൊന്നും ഇപ്പൊ പോലെ ഞാൻ ഇവനടിക്കാടാ. ഇവിടെ ഫ്രണ്ടിലെടുത്താൻ കിടക്കും. എടാ ഞാനൊക്കെ പെട്രോൾ അടിക്കാൻ മുടുക്കൊന്നൊക്കെയാ. എന്തിനാ ഡ്രസ് ഡ്രസ്സൊന്നും വേണ്ട ശരിക്കും അടിക്കാൻ. അല്ല എന്തായാലും ഗ്യാങ് സെറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആടാ എനിക്ക് മയിരി ഭ്രാന്ത് വരുന്ന എന്റെ കീബോർഡ് അടിച്ചു പോയി. പെട്രോൾ ഒന്ന് അടിച്ചടാ. വലിയ പെട്രോൾ അടിച്ചേ. എന്റെ പൈസ ഇല്ലടാ ആളിയ. ഉള്ള പൈസക്ക് അടിക്കാം. അന്നമാര് DH വന്നിരിക്കണ ഇന്ന് അടിക്കത്തില്ല. ബ്രോ പൊല്യൂഷൻ A-യും B ഇല്ലാണ്ട് ഇവിടെ കളിക്കണ്ടെന്ന് പറഞ്ഞാല്. വേണ്ട. ഇത്രേ ഉള്ളൂ. വാടാ ഞാൻ 28,500 രൂപ. ആ മുക്കാവാകായി. നിങ്ങളെവിടാ? ഞാനും മൊബൈൽ ഭയങ്കര ഒരു കൈന മതിയോ? എടുത്തോ നല്ല എല്ലാവരും എടുത്തോ. നീ എടുത്തോ. ഞാനും വലിയ ഒരു ഹെലിയുണ്ട്.
മണവാളിനെടുത്തോ ഒരെണ്ണെടുത്തോ പോപ്പ് ഒരെണ്ണെടുത്തോ. നിങ്ങൾ ആരെങ്കിലും പീടി വണ്ടി കണ്ടാടാ? നമുക്ക് ഹോസ്റ്റേജ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ? അത് പീടിനടിയിൽ വന്നിട്ട് അവനെ തൂക്കിയാ പോരെ. അത് പറ്റൂലല്ലോ. പറ്റൂലല്ലോ. ഇല്ല ചത്തവനെ അടിക്കാൻ പറ്റില്ല. പൊങ്ങി കഴിഞ്ഞാൽ തൂക്കാം. പൊങ്ങി കഴിഞ്ഞാൽ തൂക്കാലോ. എന്തിനോ പോയിരിക്കുവോ വെയിറ്റ്. എടാ ഇവര് DH അടിക്കാനാടാ. DH ട്രിഗർ ആണടാ സ്നൈപ്പേ. കണ്ടില്ല അവിടെ നിങ്ങൾ നോക്കിക്കേ. ഒരു വണ്ടി പോകുന്നടാ ഇല്ലാനെ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ല. ഒരു പീടി വണ്ടി കണ്ടേ അറിയാം. മില്ലി ഞാൻ കണ്ടിട്ടേ നിനക്ക് കയറാൻ പറ്റുമോ? പറ്റും വേണ്ട കയറിക്കോളാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇല്ല. അവിടെ പുറത്തിടുള്ളൂടാ പീടി വണ്ടി, അകത്തിടൂല. പീടിന്റെ ഫ്രണ്ടിലോട്ടാണ്. ചില ഈ ഗ്യാങ് കളിക്കുന്നവരൊക്കെ പീടിയിൽ കയറ്റി കഴിഞ്ഞിട്ടാണ് പണം. എവിടെയാ? ബീച്ചിലില്ല അവന്മാര്. ഗ്യാങ് കളിക്കുന്ന പ്ലേസ് പീടിയിൽ കളിപ്പിക്കും. എടാ പീടിന്റെ ഫ്രണ്ടിലെ ഇവിടെ തന്നെ ടയറൊക്കെ പൊട്ടിച്ച് എങ്ങോട്ടോ ഓടിയിട്ടുണ്ട്. എന്താ വെടി വെച്ചോ? ആ വെടി വെച്ച് ഒരുത്തനെ കൊന്നാ? ഒരുത്തനെ കൊന്നു. ഫ്രണ്ടിലാണാ? അത് കഴിഞ്ഞവൻ വീട് ഇറങ്ങി തോന്നുന്നു. ഞാൻ ഒരു വീഡിയോ വണ്ടിയല്ലേ പോണേ. പീഡിയർ ഫ്രണ്ട് വാടാ. അവിടെ ഒറ്റ വണ്ടി. എടാ മാർക്ക് ഫോളോ ചെയ്തോ. എടാ ഒരു വണ്ടി ബാക്കി കൂടെ പടമില്ല. കറക്കുവാടാ. ഒരു വണ്ടി ഇവിടെ വന്നേ. അവിടെ 3 വണ്ടി വന്നേ. 3 വണ്ടി അടിക്കാലോടാ. 3 വണ്ടി വന്നിട്ടാ പീടി. 3 വണ്ടി വന്നിട്ടാ. നിങ്ങൾ വാട്ടാ. എടാ നിങ്ങൾ മറ്റേ ഇന്ന് നമ്മൾ കളിച്ച ഡ്രസ് ഷോപ്പിൽ അങ്ങോട്ട് ബാക്കിയുള്ള വണ്ടികളിലേക്ക് വിട്. മറ്റേ മണി ടർഫ് റിപ്പയർ ബാക്കി എല്ലാം വിടട്ടാ. ഇങ്ങോട്ടേക്ക് വാ. ചാവല്ലാരും പോയി. മണി ടർഫ് റിപ്പയർ ആണോ? ആ മണി ടർഫ് റിപ്പയർ. ഒരുത്തനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അടിക്കാരടിക്കോ. ഞാൻ പോയി. അതാ റിപ്പയർ ചെയ്യാത്ത നീ. കളിക്കും ഇറക്കടാ വല്ലോനെ. വേറെ വണ്ടി ഇല്ലല്ലോ പിടി വണ്ടി. എടാ കുണ്ണെ നിന്റെ അടുത്ത് പറയാണ്ട് ഇറങ്ങാല്ലടാ മൈ. സോറി. അടിച്ചോ. പൊല്യൂഷൻ ഇല്ലാണ്ട് പീടി വണ്ടി എടുക്കണം ഒരുത്തൻ.
എടാ വണ്ടി കയറി മറ്റേ മൊണ്ണ കത്തിക്ക് ഇവന്മാരെ എന്തിനാ ഇവിടെ കത്തിച്ച എന്തിന് എന്ത് വേണ്ട മൊണ്ണയാണാ നീ പോലീസ് എടുക്കാടാ, ഞാൻ വീഡിയോ വണ്ടി എടുക്കാം. എടാ അതൊക്കെ എടുത്തു വെച്ചോ, പീടി വണ്ടിയൊക്കെ എടുത്തു വെച്ചോ, നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഇതാക്കാം. ഓ കണ്ടന്റ് വിളിച്ചില്ലടാ. എടാ എനിക്കൊരു എയർ ഒപ്പിക്കണടാ. 11 ഞാൻ തരാം, നീ തന്നാ മതി. നീ മെങ്കരജോ നിന്റെ കയ്യിൽ ഏത് കണ്ണ്? എന്റെ AR ഒരെണ്ണോടെ ഉണ്ട്. എടാ ഞാൻ ഒന്ന് MG വരെ പോയിട്ട് വരാം, ഒരു എയർ എടുത്തിട്ട് വരാം. നീ എടുത്തോടാ, അതൊന്നും നോക്കാം. നീ എടുത്തോ കിട്ടിയാ വാടാ, എവിടെടാ? പീടിന്റെ ഫ്രണ്ടിലോട്ടോ. മെങ്കരജോ ഇവന്മാരുടെ വണ്ടി എങ്ങനെ? 3 PT വണ്ടി ഉണ്ടോ ഫ്രണ്ടില് ഇവന്മാരെ? എടാ ഒരു തന്നെ ഇറങ്ങി അടിക്കണം, ഇവിടെ വന്നതിനെ അലക്കാം വന്നേ. വരുന്നു പീടിന്റെ ഫ്രണ്ടില് വേഗം പോയായിരുന്നു. എന്റെ കണ്ണ് റീലോഡ് ആയിടാ. അതുണ്ടായാലും മയിര മറ്റവനെ അടി. ടയർ പോലും ഒരു വേടി വന്നിട്ടാ. അവിടെ ഒരുത്തനെ കണ്ട അവനെ ഇടിച്ചിടും. ഞാൻ വണ്ടി ഇടിച്ചു മാറ്റാം. വെയിറ്റ്. എടാ സൈറനിട്ട് പോണതാരാ? അവിടെ നിർത്തണം. അവനടി ഇറങ്ങി. ഞാൻ വണ്ടി ഇടിച്ചു മാറ്റാം. അവനതിന് അവിടെ നിക്കത്തുള്ളൂ. അടി ഡൗണേ നോക്കടാ, ഈ വണ്ടിയുടെ ടയർ വെട്ടിയിരിക്കണ്ട. പീടിയുടെ ഈ സൈഡ് ഡൗണേ. ബാക്കില് ഈ ബാക്കില് എടാ മാർക്കോക്കടാ. വണ്ടി എടുക്കണം. ഏത് വണ്ടിയാ? കളി കുണ്ണളല്ലേ? പീടി വണ്ടി ഇടിച്ചു കയറ്റണ വണ്ടി ഏതാ? നമ്മുടെ ആയില്ലോണോ? സയറൻ ഞാനാ. ഏത് കൊച്ചു വണ്ടിയാ? ഡോക്ടറാണോ? ടയറാണ് അത് പൊട്ടിച്ചേ. വണ്ടി എത്ര ചപ്പാത്തിയായി? അതിന് ഫ്രണ്ടില്ലേ? എവിടെ പോയടാ? എന്തോ പ്രശ്നം പോയി. പണ്ണ് അതിന്റെ ഫ്രണ്ടിലിടിച്ചത് മറയൂടാ. അതിന്റെ ഫ്രണ്ട് ഇടിക്ക്. എടാ ഈ ചത്ത് കിടക്കുന്നവർ മണ്ടേ കൂടെ കയറ്റില്ലേ? മീഡിയം വരണ്ടടാ. ആ ചത്ത് കിടക്കുന്നവര് കിടക്കുന്നതാണ്, വേറൊന്നുമില്ല. ആ പിടി എല്ലാരും ഇറക്കല്ലേ. കേറിക്കോ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഏതൊരു ഒരുത്ത ഇറങ്ങി അടിക്കണ, ബാക്കിയുള്ളവര് ഇടിക്കാൻ തന്നെ കളിക്ക്. ഒറ്റൊരുത്ത മാത്രമേ കളി. ആരാന്ന് വെച്ചാ പറ. വില്ല് ഇറങ്ങുന്ന അത്രേ ഉള്ളൂ. വില്ല് മാത്രം തന്നെ കളി. വണ്ടി ഞാനാ, സയറിനിട്ടേക്കണ വണ്ടി ഞാനാ. ഓക്കെ. എടാ ടോർച്ച് മാത്രം നോക്കടാ. മറ്റേ ഹമ്മർ വിടറാ. എടാ ഹമ്മർ പോയടാ. അതെന്നെ പറഞ്ഞു. എടാ കളിയാ. പിടി വില്ലു. എവിടെ വണ്ടി എവിടെ? പുറത്തായിട്ട് പോയി. ഇല്ല ടയർ അടിച്ചിട്ട് കാര്യമില്ല. ടയർ കണ്ടില്ലടാ, അവനെ കാണണ്ടേ? അളിയ എന്റെ വണ്ടിയുടെ ഫ്യൂല് തീർന്നു.
അവിടെ ഇടിച്ചിടാ. അടിയടാ അടിയടാ അടി അടിയടാ. കിട്ടിയാ പണിക്കോ 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 പണിക്കോ. ഉണ്ടോ കഴിയേറി പൂച്ചാടി മക്കള്. വാ വാ വണ്ടിയുടെ എടാ നമ്മുടെ ബോഡി എടുത്തേ പൊക്കാൻ പറ്റുമോ അങ്ങനെ? ബോഡി മാറ്റിയിടാം വണ്ടി ഉണ്ട്. ബോബോയ് ഞാൻ വണ്ടി തരാം. നമ്മുടെ ബോഡികൾ എവിടെയാ നോക്കി ഒന്ന്. പറ്റുന്ന പീടി വണ്ടി ഒക്കെ എടുക്കാം. പറ്റുന്ന പീടി വണ്ടി നമ്മുടെ ബോഡികൾ എവിടെയാ? വീട്ടിയുടെ ഫ്രണ്ടിലായിരിക്കും. അവിടെ ഉള്ളായിരുന്നു ഒരു വലിയ ഫൈറ്റ് കൂട്ടി. എടാ രണ്ടുപേരുള്ളവര് ഇറങ്ങിയിട്ട് പീടി വണ്ടി എടുക്കണം. എടാ സ്നൈപ്പർ എടുക്കുന്നടാ അവിടെ മാർക്ക് ചെയ്തേ. കിട്ടി. സ്നൈപ്പ് ഇവിടെ എവിടെയെങ്കിലും കാണും. ദേ രണ്ടുപേരുണ്ടോടാ? എല്ലാം ഓ രണ്ടുപേരുണ്ടോ? ഹലോ ഒരു പീടി പൊക്കിയതാണോ? ഇത് പീടി പൊക്കിയതാണോ? അവനെന്ത് ചെയ്യണം? എടാ അവൻ എന്തെങ്കിലും പൊക്കാൻ പറ്റുമോ? എടാ അവൻ പൊങ്ങി കഴിഞ്ഞാലേ അവന് ഓസ്ട്രേലിയ എടുക്ക്. അവന് എടുക്കാൻ പറ്റും. എടാ സ്നൈപ്പിനെ എടുത്തേ. എടാ അല്ലല്ല ഒരു വണ്ടി അവിടെ കൊണ്ടിട്ട് വണ്ടിന്റെ ഉള്ളിൽ കയറ്റി. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. വെയിറ്റ് ഞാൻ കയറ്റിക്കോളാം. വണ്ടിക്കകത്തൊക്കെ കയറ്റാൻ പറ്റുമോ? എടാ അവിടെ ഒരുത്തി നിൽക്കണടാ. അവനെന്ന് എടാ അവന് കണ്ടേ ഇത് അവൻ വരുന്നില്ല. അവനെടുക്ക. ഞാൻ ഇന്ന് ഇവരെന്ത് ഗ്യാങ്സിനൊന്നും കൊണ്ടുപോയിട്ട് ഈ കുടുംബി പോലീസ് സർട്ടിഫിക്കറ്റ് ആ വണ്ടിക്ക് എഴുതി തന്നിട്ട് നടന്നാ മതി. അവൻ AFK അല്ലേടാ. ഇപ്പൊ PMS ഇവിടെ EMSനെ പൊക്കിപ്പിക്കാം. സാവേജിന് വരെ എടാ കണ്ട് ഇത് പൊക്കിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇത് ചുമ്മാ AFK അഭിനയിക്കണേടാ ഇതൊക്കെ. ഹലോ സാർ ആ വണ്ടിയിലൊന്നും ഉണ്ട്. അതൊന്ന് പൊക്കോ. ഏത് വണ്ടിയില്ല? ആ വണ്ടിക്ക് അതാളുണ്ട്. ഈ വണ്ടിനുള്ളിൽ അയ്യോ ഓടി സേഫ് സോണിൽ കേറിയടാ. സാറേ ഈ വണ്ടിനുള്ളിൽ സിറ്റുവേഷൻ അല്ലല്ല മറ്റേ വീഡിയോ ആയിട്ട് ചത്ത. ഒന്ന് പുറത്തേക്ക് എടുത്തില്ല. ഇല്ല അങ്ങനെ പറ്റുമോ? ഇല്ലു അത് വലിയ പ്രശ്നമാവോ? വില്ലുവേ ഇവിടെ ഗണ്ണേ വീഴുമ്പോ മറ്റേ ഫിയർ ഇല്ലാത്തവരാണ് പീടി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ മതി. അവനെ സ്ലൈഡ് ചെയ്ത് പുറത്തിടാ. എടാ പീടി അവിടെ പോയി ഒന്ന് പറഞ്ഞടാ. അല്ല സാവേജ് ആ വണ്ടി സാവേജ പൊട്ടറ എടാ പീടിനെ പൊക്കിക്കോട്ടെ എന്തേലും ആവട്ടെ. നമ്മുടെ ബോഡി ആ പീടിനെ പൊക്കിയോട്ടെ. അന്നിട്ട് അവന് മറ്റേ ബോഡി എടുക്കേ. ഹലോ എടാ ഒരാളും കൂടെ വന്നു. ഒരാൾ എന്റെ അടുത്ത് വന്ന് സാറേ കൈ ഒന്ന് പൊന്തിച്ചേ. എടാ എന്റെ അടുത്ത് ഒരാളൊന്ന് കൈ പൊന്തിക്ക് സാറേ. കൈ പൊന്തിക്ക്. ഹലോ എടാ ഒന്ന് കയറി തരാം. ഒരു മിനിറ്റ് ഒന്നുമില്ല. എവിടെയോ ആണ്. എടാ ഒന്ന് കയറി അടിച്ചേ. സാറിങ് അങ്ങ് ആ വണ്ടി എടാ ഒന്ന് കയറി തരാം. ഒരാൾ വന്ന് കയറി അടിച്ചു. എടാ പാടാ ഒരാൾ എത്ര വട്ടാടാ വിളിക്കുന്നേ. ഇവിടെ വന്ന് ഇവനെ കയറി. സാറി വണ്ടി കയറി. വണ്ടി എടുത്ത് ഇമ്പോണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാൻ വേണ്ടി മാനുവായിട്ട് പോയിട്ടാണ്. അപ്പൊ ഇവന്മാര് പറയുവാണ് സീനിയർ ഓഫീസർ ആട്ടാ പുള്ളി.
അപ്പൊ അഡ്മിനിൽ ഞാൻ സീനിയർ ഓഫീസർ വേണ്ടി പോയി മേടിച്ചോളാൻ പറഞ്ഞു. വണ്ടി കയറിട്ട് പറയുവാണേ പൊല്യൂഷൻ വേണം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണം, ABCD വേണം. നിന്നെയൊക്കെ നടത്തിപ്പിക്കും കളിച്ച് അമ്മമാരിട്ട് കളിച്ച് നമ്മളല്ലേ. എടാ സ്നൈപ്പ് നീ കുത്തിയില്ലേ ബാക്കിലൊരു വണ്ടി എടാ വണ്ടി ഒന്ന് ഇടിച്ചറ ഞാൻ മലന്ന് കിടന്ന് പിന്നെ എണീറ്റ് നമ്മൾ രണ്ടുപേരും വീണപ്പോ അവന്മാര് 5 പേര് വീണോ. സത്യം ഇല്ല ഞാൻ ഒരുത്തന്നെ എടുത്തോടാ സത്ത് എന്നെ ഒരുത്തിരി ഇനി അവന്മാര് പൊല്യൂഷൻ ഇല്ലാണ്ട് സിറ്റി കിടക്കണ്ട സത്യം പറയാ. എടാ നമ്മളവര് ഒരുത്തനെ ഓസിയാക്കിണ്ടാ സ്നൈപ്പേ. ആ അത് ഫ്ലഫിയുടെ വണ്ടിയിലുണ്ട്. എവിടേക്ക് പോണം? മണി ടർഫ് പോയില്ലണ്ണ. എന്തൊരു സുഖം, എന്തൊരു സുഖം. അടിമാർക്ക് പേടിയൊക്കെയറിയില്ല. അവിടുത്തെ എന്നെ ബാക്കിൽ നിന്ന് ജാതി ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിക്കാതെ ഒരു മെമ്പർഷിപ്പ് PD വണ്ടിന്റെ പൊല്യൂഷനും കൂടി ഒന്ന് കാണിച്ചു തരാൻ പറയണം. ABCയും Dയും കാണിക്കാൻ പറയാം. ആ എടാ ഫ്ലഫി എന്നോട് പറയണേ ഇതൊക്കെ വേണം അല്ലാണ്ട് തരത്തില്ല, അല്ലെ നീ ഇത് കൊറേ ചുറ്റൊന്ന് വണ്ടിക്ക് തറന്നു. ആരോടെ കൊണ്ടടിച്ച് സ്വാമി ഇല്ലേ അവൻ ഇതാണ് അവന്റെ റേഡിയോ സാമാനങ്ങളൊക്കെ എടുത്തു. ബോഡി ക്യാം ഉണ്ട്, ബോഡി ക്യാം അതും കൂടി ഓഫ് ചെയ്യാൻ. അതൊക്കെ എന്തൊരു സാധനം. സാറാ ബോഡി ക്യാമൊക്കെ ഓഫ് ചെയ്യണം സാറേ, ബോഡി ക്യാമൊക്കെ ഓഫ് ചെയ്യണം. എടാ ഒരു കാര്യം ചോദിച്ചേ, എടാ ഇവിടെ നിന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടും അവർക്ക്? അങ്ങനെയൊക്കെ ഉണ്ടോ സാറേ? സാറ് റേഡിയോ ഫോൺ അണ്ണ എന്റെ ഉണ്ട്, അണ്ണന് തരാം ഞാൻ. എവിടെ മണിച്ചർ സാറിന്റെ ബോഡിയിലൊരു എടാ മറ്റേ പുള്ളിനെ വിളിക്കാൻ പറ്റുമോ? വണ്ടി ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇവർക്ക്? പുള്ളി ഉണ്ടായിരുന്നില്ല ചോദിച്ചു പറഞ്ഞു പുള്ളി. അടി മറ്റേ എടാ ഒരാള് ഹോസ്റ്റേജ് ആക്കിയോ നേരെ മറ്റേ ഇതില് ഇതാക്കിക്കോ. ഇമോട്ടിൽ ടേക്ക് ഹോസ്റ്റേജ്. സാറേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുമോ സാറിന്? അതോ മെയിൻ ഓഫീസർ പറഞ്ഞോ? സാറേ മറ്റേ എടാ മറ്റേ പീഡിക്ക് മാത്രം എന്ത് ഗ്ലിപ്പ് എന്ത് കാണിക്കുന്നു പറയണടാ? എന്തോ അണ്ണങ്ങ പീഡിക്ക് മാത്രമേ ബ്ലിപ്പ് കാണിക്കും. ID 904 അല്ലേ? വലിയ പ്രശ്നം തന്നെ സാറേ. സാറിന്ന് ഇവിടെ കിടക്കണ 5 വണ്ടിക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അടിച്ചിട്ട് ഇന്ന് ഇവിടെ പോയാൽ മതി കേട്ടാ. ജോയിന്റ് വേണം ഇല്ലെങ്കിൽ സാറിന് സ്വാമി ഇല്ലല്ല ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇനി ആ സ്വാമിയുടെ അടുത്ത് റേഷൻ കാർഡ്, ആധാർ കാർഡ് അതൊക്കെ ഇന്ന് വാങ്ങിച്ചു കൊണ്ടുവരാൻ. റൈഡ് ഉണ്ടോടാ ഇവിടെ? റൈഡ് PD തോന്നുന്നു. സാറേ തോക്കും സാറേ ഈ ഇമ്പോർട്ട് ചെയ്ത വണ്ടി ഒന്ന് ചോദിക്കുമ്പോ എന്തിനാ സാറേ ഇത്ര ഷോക്ക് ഇറങ്ങുന്നത്? സാറേ എനിക്കറിയില്ല സാറേ, ഞാൻ ഇപ്പൊ കയറിയത് എന്താണെന്ന് അറിയില്ല സാറേ. പറഞ്ഞുതരാം സാറിന് അറിവോടെ പറഞ്ഞുതരാം സാറേ. നമ്മള് PD ആയിട്ട് ചെറിയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്, അതിന്റെ ഇടയിൽ PD വണ്ടി ഇമ്പോർട്ട് ചെയ്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ നേരം സിറ്റുവേഷൻ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞതുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ചോദിക്കുമ്പോ ഇമ്പോർട്ട് ചെയ്തെടുത്തരാനായിട്ടാ വന്നത്. അപ്പൊ അത് ചോദിക്കുമ്പോഴത്തേക്ക് മറ്റേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കണം, മറ്റേ വേറെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ നമുക്ക്, അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മള് കുറെ പിറകെ നടക്കേണ്ടി വരും എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. സാറിന്റെ വീഡിയോയിലുള്ള എല്ലാ വണ്ടികൾക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞ ഇത്ര സർട്ടിഫിക്കറ്റ് സാറിന്റെ അറിവിലുണ്ടോ അങ്ങനെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇത്ര പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉള്ള ഓരോ വണ്ടിയൊക്കെ കൂടെ ഉണ്ടോ? സാറേ ഇൻബോർഡിന്ന് വണ്ടി എടുക്കണമെങ്കിൽ ലൈസൻസ് ആണ്, ഡ്രൈവ് ലൈസൻസ് ആണ് മെയിൻ ആയിട്ട്. അതൊക്കെ അത് ചോദിച്ചത് ഓക്കെ, ലൈസൻസ് ഉണ്ടോ സാറെന്ന് ചോദിച്ചാൽ ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. ഈ വല്ല പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവം എവിടെയെങ്കിലും സാർ
കാണിക്കേണ്ടി വന്നിട്ടുണ്ടായിട്ട് സാറിന്റെ അറിവിലുണ്ടോ? ഇല്ല സാറേ, ഇല്ല സാർ. സാറേ അപ്പൊ ഇങ്ങനെ പറയുമ്പോ പിന്നെ നമ്മൾ എങ്ങനെയാണ് തിരിച്ച് പറയുന്നത്? നമ്മളെ വിളിച്ചു വരുത്തി അവിടെ നിർത്തിയിട്ട് അവിടുന്ന് നിൽക്കുന്ന സമയത്ത് മറ്റേ നിങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് പൊട്ടനാക്കിട്ട് പോകുമ്പോ നമുക്ക് എങ്ങനെ തോന്നുന്നു? ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ ഇവിടത്തെ പീഡിയെടുത്ത് നമുക്ക് എങ്ങനെ തിരിച്ച് കാണിക്കാൻ പറ്റൂ? നമ്മുടെ അടുത്ത് മാത്രം എത്ര അതുകൊണ്ടാണ് സാറിനെ ഇപ്പൊ കൊണ്ട് നിർത്തിയത്. സാറിന് അണ്ണാ ഇപ്പൊ പീഡി 2 പേരുണ്ട്, പക്ഷേ മറ്റെല്ലാം ഓഫ് ഡ്യൂട്ടി എടുത്തിരിക്കുക. ഞാൻ സാറിനെ കൂടെ കൊണ്ട് നിർത്തി. സാറിന്റെ കൂടെ ഓഫീസേഴ്സ് കണ്ട പരിചയം ഓടി. ഇങ്ങനെയാണോ ഓഫീസേഴ്സ്? സാറിന് ഇമ്പോണ്ട് വണ്ടി എടുക്കാൻ പറ്റൂലേ സാറേ? പറ്റും. ലൈസൻസ് ഉണ്ടാടാ നിങ്ങൾക്ക്? ലൈസൻസ് ഉണ്ട് അണ്ണാ, മറ്റേ ലൈസൻസ് ഉണ്ട്. പക്ഷേ ലൈസൻസ് പാസ്സായിട്ട് പീഡി എടുത്തുനിന്ന് ഒരു കാർഡ് എടുക്കണം, അതില്ല. അല്ലാണ്ട് പാസ്സായിട്ടുണ്ട്. നമ്മളത് അതെടുക്കാൻ ചെന്നപ്പോഴാണ് പറയുന്ന രാത്രി മാത്രമേ എടുത്തു തരത്തുള്ളൂ, പിന്നെയാണ് കൊണ. ഇത്രയൊക്കെ കാണിച്ചിട്ട് ഇവനൊക്കെ ലൈസൻസ് കൊടുത്തിട്ട് വണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ടോ അണ്ണാ? ലൈസൻസ് കാണിക്കേണ്ട ആവശ്യമുണ്ട്? ഇവനൊക്കെ വലിയ ഗുണമില്ലായിരുന്നു. ഞാൻ പറയട്ടെ, പുള്ളിക്കാരനെ അറിയത്തില്ലെന്ന് പറഞ്ഞല്ലോ, പുള്ളിക്കാരുടെ കാര്യമില്ല. സ്വാമി എന്ന് പറയുന്നൊരു ഓഫീസറുണ്ട്, പുള്ളിക്കാണ് വലിയ പ്രശ്നം. പുള്ളിക്കാണ് വേണ്ട. രണ്ടുപേരെ ഉള്ളല്ലോ സാറ്. ബാക്കി എല്ലാം ഓഫ് ഡ്യൂട്ടിയാ. ഉണ്ട്. ഉണ്ടോ നോക്കുന്നു. പീഡി ഇഷ്ടം പോലെ റേഡിയോയില് ഞാൻ മാത്രമേ ഉള്ളൂ സാറേ. സാറ് പറ, എനിക്ക് സാറിന് ഹെൽപ്പ് വേണമെന്നുള്ള രീതിയിലൊന്ന് ചോദിച്ചു നോക്ക്. മനസ്സിലായില്ലേ സാറേ? സാറിനെ ഇവിടെ ഹോസ്റ്റേജ് ആക്കി നിർത്തിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചോദിച്ചു നോക്കാം. സാറ് പേടിച്ചായിരുന്നു. സരക്കണ്ണ ഇന്നലെ ചെയ്ത പോലെ എല്ലാരും പെട്ടെന്ന് കൊണ്ടിട്ട് എടുത്ത് ഇങ്ങ് വരാനുള്ള പരിപാടി ആയിരിക്കും. മനസ്സിലായോ? എന്തായിരുന്നു മല പോലെ ഒന്ന് പുളുത്തിട്ട് പോകും. സ്വാമിയാണ് സ്വാമി. അല്ല ഇനിയിപ്പോ അങ്ങനെയൊക്കെ മാസം കഴിച്ചവരാണെങ്കിൽ തന്നെ ഇവിടെ ഹോസ്റ്റേജ് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമല്ലോ. എന്തൊക്കെയായിരുന്നു ഇപ്പൊ അടിക്കും നിന്നെയൊക്കെ. പീഡി കണക്ട് റേഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാരും കേറുന്നില്ലേ സാറേ? EMS റേഡിയോ വന്നിട്ടുണ്ട്. സാറേ ഇപ്പൊ EMS മാത്രമേ അതും പോയി. അല്ല സരക്കണ്ണ അണ്ണാ, ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാണ്ട് വണ്ടി എടുത്ത് തരാൻ പറ്റൂലേ സാറിന്? പറ്റുമല്ലോ, കാണിക്കാണ്ട് എടുത്ത് തരാൻ പറ്റുമല്ലോ. അങ്ങനെ അല്ല സ്നൈപ്പറിന് അവന്റെ വണ്ടിയാണ്, 2 വണ്ടിയാണ് പോയിരിക്കണ. സാറിന് ജീവനോടെ അല്ലെങ്കിൽ ഞാൻ സാറിനെ കളിക്കും. എന്ത് പ്രശ്നം? സാറിന്റെ ലാസ്റ്റത്തെ ദിവസം പീഡി വണ്ടി തന്നെ പോണെന്നുണ്ടെങ്കിൽ നമുക്ക് പീഡി വണ്ടി ഉണ്ട്. അണ്ണ സ്നൈപ്പ് ഒന്ന് ഇറങ്ങി കയറാൻ പോയത്. ഇപ്പൊ വരും അവൻ. ഇല്ല ഒരു വണ്ടി ഇവിടെ എടുത്തിട്ട് ഞാൻ വരുമ്പോ വരാം. റീസ്റ്റാർട്ട് ചെയ്യാൻ പോയതാ. അല്ല നീ ഇവിടെ നിക്കണ്ടാ. അത് സൈറൻ ഓഫ് ചെയ്തോ? സാറിനല്ലാണ്ട് പറ്റൂലെന്ന്. സാറേ സൈറൻ വേണോ? എല്ലാം വേണ്ട, വണ്ടി കിട്ടിയാ മതി. ലൈസൻസ് വണ്ടി ഓടിക്കും. ഞാൻ ഇപ്പൊ ലൈസൻസ് എടുത്തിട്ട് ഞാൻ
എടാ സ്നൈപ്പർ വണ്ടി ഏത് ഇമ്പോണ്ടിലാന്ന് ഏത് ഇമ്പോണ്ടില ഇമ്പോർട്ട് ഇതിൽ എഴുതി കാണിച്ചിരിക്കണ മറ്റേ ഹയർ ഓഫീസറിനെ ഇത് അൺഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, പുള്ളി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ അടിയിൽ എഴുതി കാണിക്കോടാ 3 ഇമ്പോണ്ട് ഉണ്ട് ഏതിലാന്ന്. അതെങ്ങനെ ഗ്യാരേജിൽ നിന്ന് വണ്ടി എടുക്കുമ്പോ നൂറിലേക്ക് ഓടി അടി 24 സബ്ബായോ സപ്പടിക്കൊരു സബ്ബടി. എല്ലാത്തിലും പോയി നോക്കാം. എന്താ സ്നൈപ്പ് എഴുതിയേക്കണേന്ന് പീഡി ഇമ്പോണ്ട് ആയിരിക്കും എന്നാണല്ലോ അണ്ണ പറയണേ. പീഡിയിലൊരു ഇമ്പോണ്ട് ഉണ്ടെണ്ണ അതിലായിരിക്കും. അപ്പൊ പീഡിയുടെ പുള്ളിനെ വിളിച്ചോ, രണ്ടെണ്ണം അല്ല നോക്കി ആരും ഇല്ലടാ, വേറെ എല്ലാരും ഓഫ് ഡ്യൂട്ടി എടുത്തിരിക്കുക. ഇവിടത്തെ നോക്കി നോക്കാം, ഇവിടെ കിട്ടിയാൽ ചിലപ്പോ ഇവിടെ ഒന്ന് നോക്കാലോ. അതെ എന്റെ മറ്റേ പെട്രോള് തീർന്നിട്ട് സബ്ബടിക്കൊരു സബ്ബടി റാവത്തറല്ല ആർക്കറിയാം, ആർക്കാണിക്ക് അടുത്തന്നെ പറഞ്ഞു വിടറാ നമ്പർ പ്ലേറ്റ്. അവിടെ സ്നൈപ്പിന് കാണിക്കറ അവന്റെ വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ. കേൾക്കുന്നുണ്ടോ? സാറേ താൽക്കാലികമായിട്ടൊരു പ്രശ്നമുണ്ട്. കാരണം ഇമ്പോണ്ടിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇമ്പോണ്ട് എയും ബിയും ഉണ്ട്, ഇത് ബി ആണ്. അപ്പം എ എവിടെയെന്ന് അറിയത്തില്ല. പി ഡിയിലാണ് ഇപ്പൊ മിക്ക വണ്ടി സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് തന്നിട്ട് പോയാൽ സാവേജിന്റെ വണ്ടി നമ്പർ പറയാം. സാറേ പറയുന്നേക്ക് അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇവിടെ ഒരു ഈ ഇമ്പോണ്ടില് വണ്ടി പൂജ്യമാണ്, ഒരു വണ്ടിയില്ല. നിനക്ക് എന്തെങ്കിലും ഈ അടിച്ചിട്ട് കാണുന്നുണ്ടാ? അപ്പൊ ഇവിടെ ഇല്ല നിനക്ക് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് വണ്ടി നോക്കി നമ്പർ പ്ലേറ്റ് അടിക്കുമ്പോ അവിടെ വണ്ടി വരുവോളെന്ന്. അകത്താ ബീഡിയുടെ അകത്ത് ഇമ്പോണ്ട്. അത് വേണ്ട തിരക്കണ്ട, സ്റ്റാൻഡില് ഇതാ നോക്കാം. പുള്ളി പറയണ പീഡി ഇമ്പോണ്ടിലാന്നാണ് പറയണേ. അതിനുള്ള വഴി ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യടാ, ഒരു സിറ്റിസണിനെ കൂടി പിടിച്ചോ, പിടിച്ചോണ്ടാ ഹോസ്റ്റേജ് ആക്കി പറ്റി. പോയിട്ട് വരാം. എഞ്ചിനെല്ലാം കിട്ടും. എഞ്ചിൻ കിട്ടി ചുമ്മാ വണ്ടി കൊണ്ടോ. വേറെ വല്ല എടുക്കല്ലേ, എന്റെ വേറെ വല്ല എടുക്കല്ലേ. വീട്ടിടമ്പോഴാണോ വണ്ടി കിടക്കുന്നത്?
പീഡിക്കാരനല്ലേ ഇവിടെ അവനുണ്ട്. വേറൊരുത്തരം M49 ആ PIM 649 ഇവിടെ അല്ലടാ, അത് വേറെ എംബൗണ്ടറാ. വേറെ അതാണ് ഇമ്പോർട്ട് സിറ്റിന്ന് ബ്രോ തത്സമയമാണോ? പുള്ളിന്റെ അടുത്ത് വരാൻ പറ, ടീച്ചർ വരാൻ പറ. ആ വീഡിയോ നമ്പർ പ്ലേറ്റ് ഒന്നുകൂടെ പറഞ്ഞേടാ. PIM 64 IM ആ PIM 649 PIM 649 ഇല്ലേ PLM 649 ഒന്ന് അടിച്ചേക്കാട്ടാ. PLM ഉണ്ടോ? അതിന്റെ നമ്പർ എന്താ? എടാ ഞാൻ പറയുന്നത് കേക്കാവോ? നമ്പർ ആ വണ്ടി ഇല്ലടാ, അത് സിറ്റിയിലാണ്. നമ്പർ ഫോൺ നമ്പറോ? അതെ നിങ്ങളെ എടാ മറ്റേ സാമി ഇല്ലേ, ചോദിക്കാണ് നിങ്ങളുടെ വണ്ടി ഇവിടെ ഒന്നും കിടപ്പുണ്ടല്ലോ, എന്തിന് പേപ്പറും കൊണ്ടൊന്നും വരാത്തതൊക്കെ. പിടിച്ചൊക്കെ പൊക്കട്ടേടാ. ഈ വണ്ടിയിലൊന്നും ഇരിക്കേ ഇപ്പൊ വരാവേ. വണ്ടിയൊക്കെ കിട്ടിയില്ല, പൊല്യൂഷന്റെ ഇൻഷുറൻസിന്റെ മോനെ കേക്കാവോ? നിന്റെ കൊറേണത്തിന് ഇവിടെ അടിച്ചു കൂട്ടിയിട്ടായിരുന്നു നമ്മള്. നീ എവിടെ പോയി? നീ അറിഞ്ഞില്ല. ഹോസ്റ്റേജ് എടുത്തപ്പോ പയ്യന്മാര് തനിയെ കണ്ടായിരുന്നു. ഹോസ്റ്റേജാ? ഹോസ്റ്റേജ് കൂടെ ഉള്ളവരൊക്കെ സേഫ് ആയിട്ട് ഉണ്ടോന്ന് ആലോചിക്കണം. സാറേ അതാ റേഡിയോയിലൊക്കെ നിങ്ങളുടെയൊക്കെ പേരൊന്ന് പറഞ്ഞേ. ഞങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാണ് പറഞ്ഞു? എന്റെ പേര് നമ്പൂതിരി. അറിഞ്ഞിരിക്കാലോ. എന്റെ പേര് സാമി സ്ക്വയർ. ആ എന്റെ പേര് സാമി കുട്ടൻ. അവന് പേരറിയണത്. ഇവിടെ ഇരിക്കും ഇപ്പൊ വരാവേ. പടം വരയ്ക്കണം. പൊല്യൂഷൻ ഒന്നും വേണ്ടി വന്നില്ലല്ലോ സാറേ. അവിടെ ജീവന് വേണ്ടിട്ട് അവിടെ പടയുന്നുണ്ട്. അവരിതൊന്നും വേണ്ട. വണ്ടി ഇവിടുന്ന് മാറ്റണേ. സത്യം ഇടിക്കല്ലേ? വണ്ടി കിടന്ന വണ്ടിയാണ്. സാറേ പൊല്യൂഷൻ വേണം സാറേ. ABCD വേണ്ടേ? വേണ്ടെന്ന് പറഞ്ഞേ. സാറേ പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, PD വണ്ടിക്ക് ഇതൊക്കെ വേണം സാറേ. വലിയ പ്രശ്നവും PD വണ്ടിക്ക് ഈ പറഞ്ഞ പൊല്യൂഷൻ Aയും Bയും Cയും Dയും വേണം. അത് കുഴപ്പമില്ല. ഓർഡർ വന്നിരിക്കുന്നത് മറ്റേ ഇന്നലെ 15 പേര് അഡ്മിറ്റ് ആക്കിയവരെ റിലീസ് ചെയ്യാനുള്ള വല്ല ഓർഡർ വന്നായിരുന്നു. 10 പേര് അഡ്മിറ്റ് ആയിരുന്നു. അഡ്മിറ്റ് ആയവരെന്തെങ്കിലും അതെങ്കിലും അതിന്റെ എന്തുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ അതിന്റെ അപ്ഡേറ്റ് കൂടെ അറിയാനാ വന്നത് ആക്ച്വലി. ഹയർ ഓഫീസർ അല്ലേ സാറേ? സാറേ ഈ നേരത്തെ പറഞ്ഞില്ലായിരുന്നു Aയും Bയും Cയും Dയും, അത് ആ വണ്ടിക്കൊന്ന് സാറിന്റെ PD വണ്ടിക്കൊന്ന് കാണിച്ചെന്നെ പൊല്യൂഷൻ. അല്ല അതിപ്പോ കാണിച്ച സാർ നേരത്തെ പറഞ്ഞതല്ലേ? അല്ല സാറിന് ഇപ്പൊ ബുദ്ധിയില്ല. ഞാൻ ചോദിച്ചപ്പോ സാർ പറഞ്ഞില്ല സാറേ. 10 പേര് സംസാരിച്ചാൽ കേൾക്കാൻ പറ്റില്ല. ഒരാൾ പറയണേ ഞാൻ മറുപടി ടൈമില് സാർ ഉണ്ടെന്നല്ലേ സാറേ പറഞ്ഞത്? എന്തോ ഇപ്പൊ എന്താ പെട്ടെന്ന് സാറേ ബുദ്ധി വന്നു? അത് അത്ര നേരം ബുദ്ധി ഉണ്ടായില്ല. മുന്നേ ഇരുന്ന്
ജനിച്ചപ്പോഴേ അങ്ങനെ തന്നെയായിരുന്നു. അല്ല ആ ടൈമിൽ സാറിന് ബുദ്ധി കോപ്പി അടിച്ചാണ് സൈപ്പേ. സാറേ എന്ത് കൊറോണ ബാച്ചാണോ സാറ്? കൊറോണ അതന്നെ കൊറോണ കൊറോണ ബാച്ചാണ്. പാസ്സാക്കി വിട്ട് എങ്ങനെ ഹയർ ഓഫീസറാണ് പോലും. ഓ നല്ലൊരു പൊട്ടുന്നുണ്ട്. വണ്ടിക്ക് ഏത് ഇത് വേണമെന്നൊന്നും സാറേ പൊല്യൂഷനിൽ നിങ്ങൾ വരും നമുക്ക് കാത്തിരിക്കാം. വരും അകത്ത് കൊണ്ട് തിരക്കണം. നേരത്തെ ഇവനെ അകത്ത് വന്നിട്ട് നിനക്ക് തിരക്കല്ലായിരുന്നു ഇനി നമുക്ക് ഇച്ചിരി തിരക്കുണ്ട്. നമുക്ക് അകത്ത് അന്നങ്ങ് കേറിപ്പോ, അകത്തോട്ട് കേറിപ്പോ. എന്നാ ഞാൻ തിരക്കിലോട്ട് അകത്ത് പോയി അടച്ചിരിക്കണം. അകത്ത് പോയി അടച്ചിരിക്കല്ലോ. നിങ്ങളൊക്കെ നിൽക്കുന്നത് തുറന്നിരിക്കണം സാറേ. എങ്ങനെ തുറന്നിരിക്കണം സാറേ? എങ്ങനെ മനസ്സിലായില്ലല്ലോ. എന്താ സാറ് പറയണ? ബുദ്ധിയില്ലേ? പോയാ അല്ലെ അടിയുണ്ടപ്പോ പോയല്ലേ? പോയാ ബുദ്ധിയൊക്കെ പോയാ? എന്തുണ്ട് സാറേ? ഒന്നും സാറേ സാറിന് ഒന്നും പറ്റില്ല സാറേ. തലക്ക് ബുള്ളറ്റ് കയറിയല്ലേടാ, അതുകൊണ്ടുള്ള കാണും. 3 വട്ടമായിട്ട് നമ്മള് കൊണ്ടുവന്ന പീടി അവിടെ പോയി. അതാണ് ഇരിക്കുന്നേ. മനസ്സിലായില്ലല്ലോ. അത് തലക്കേ ആ അതാ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അത് സേഫാ ഉണ്ടല്ലേ ഉണ്ട്. അവൻ പോത്തൊന്നും ആ ഒരു മരത്തിലാ. ഉണ്ടോ നോക്കട്ടോടാ. വെയിറ്റ് ഉണ്ട്. ആ ഫുഡൊക്കെ വേണോ? ഫുഡ് വേണോ? ആ ബ്രോ എവിടെ പോരുത് കേട്ടാ. വണ്ടി തന്നെ ഒരു ജോയിന്റ് ബിരിയാണി ജോയിന്റ് അടിക്കണം. ഒരു ജോയിന്റ് അല്ലേ? അയ്യേ ആ എവിടെ ഇരിക്കണേ? പോവല്ലേ? വരാം. എന്ത് തങ്കപ്പെട്ട പയ്യനാ. സാറേ നമ്മളെ ചിലവരിങ്ങനെ ഹാക്കേഴ്സ് എന്ന് വിളിക്കും സാറേ. ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയതുകൊണ്ട് നമ്മളാ. അതെ നമ്മളെ നമ്മളറിയപ്പെടുന്ന ഹാക്കേഴ്സ് ഓൺ ടോപ്പ്. ഹാക്കേഴ്സ് എന്നാണ് നമ്മളറിയപ്പെടുന്നത്. ഹാക്കേഴ്സ് ഓൺ ടോപ്പോ? യെസ്. അല്ല ഹാക്കേഴ്സ് ഓൺ ടോപ്പ് എന്നറിയില്ല. അത് മള്ളാണ് ഇത്തിരി. സാറേ ഹാക്കേഴ്സ് ഓൺ ടോപ്പ് നമ്മളെ അല്ലല്ലോ. നമ്മളെ ഹാക്കേഴ്സ്, നമ്മൾ വേറെ ഹാക്കേഴ്സ്. സാറല്ലേ ഹാക്കേഴ്സ് ഓൺ ടോപ്പ് എന്ന് പറഞ്ഞത്? നമ്മളെ ഹാക്കേഴ്സ് വേറെ ഹാക്കേഴ്സ്. അപ്പൊ ശരി നടക്കട്ടെ. ഇനിയിപ്പോ 4ാമത്തെ വട്ടം തലക്ക് ബുള്ളറ്റ് കയറാന്ന് നോക്കിയ സാറേ. ഈ മേഡത്തിന്റെ പേരെന്തോ? വണ്ടി കിട്ടിയാ എടാ വില്ലു. ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പറ. നരകത്തിയാണോ അത്? എടാ അതിവൻ റാവുത്തറാന്ന് തോന്നുന്നു. നരകമാണെന്ന് ഉറപ്പാണ്. ആ നരകാണ്. ഇവിടെ ഫയലൊന്നും പറയില്ല. അങ്ങ് തരുമോ? അതൊന്നും പറയാ. ഇങ്ങനെ മേഡത്തിന് തരുകയും ചെയ്തു, വണ്ടിയും കൊണ്ടുപോയി. മേഡത്തിന് കിട്ടിയില്ല, നല്ല രീതി കിട്ടിയിരുന്നല്ലോ. മേഡം കരയല്ലേ? സാറൊന്ന് പോയിട്ട് സമാധാനം കൂടെ. ദേഷ്യപ്പെടല്ലേ? മേഡത്തിനൊന്ന് AC ഇട്ടോട്. മേഡത്തിന് AC ഇട്ടെടുത്ത് കൂളാക്കി. ഭയങ്കര ചൂട്. കൂളാക്ക്. വണ്ടി കിട്ടിയോ? കിട്ടി. അപ്പൊ എന്റെ ഹോസ്റ്റേജിന്റെ പാവപ്പെട്ട ഹോസ്റ്റേജ്. ഹലോ, എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു. ഓ കിട്ടിയില്ലേ പൈസ? എടുത്തോ. എൻജോയ്.